ഇത് വേറെ ബോക്സ് അല്ല, എൻ്റെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണ്. അതെ ഗൈസ്, പ്ലേ ബട്ടൺ വന്നിരിക്കുകയാണ് ഗൈസ്. ഒന്നാമതെന്ന് വെച്ചാൽ ഒരുപാട് കടമ്പകൾ താണ്ടേണ്ടി വന്നു ഈ ഒരു യൂട്യൂബ് അവാർഡ്, അതായത് പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ കിട്ടൂല എന്ന് വിചാരിച്ചു, അത് ക്യാൻസലിൻ്റെ വക്കിൽ വരെ എത്തിയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എന്താ പറയുക, അവിടെ നിന്നൊക്കെ തരണം ചെയ്ത് ഫൈനലി കയ്യിലെ ആകാശം കൊണ്ട് വന്ന് എനിക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നോട്ടീസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, ക്യാൻസൽ ആവുള്ളൂ, ഇനി 10 ദിവസം കൂടി ഞങ്ങൾ കാക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഡിസ്പോസൽ ചെയ്യും, ഈ സാധനം എത്തൂല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു നോട്ടീസ് യൂട്യൂബ് അയച്ചതാണ് UPSൻ്റെ ഭാഗത്തുനിന്ന്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് രേഖകൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന എന്തോ ഒരു മിസ്റ്റേക്കാണ്, പാൻ കാർഡിൻ്റെ എന്തോ ഒരു ഇഷ്യൂ ആണ്. അത് നമ്മൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റായി പോയി. മെയിൽ വന്ന് കിടക്കണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. എൻ്റെ അടുത്ത് വന്ന മിസ്റ്റേക്കാണ്. ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ലല്ലോ, ഫസ്റ്റ് ടൈം അല്ലേ. പിന്നെ ഈ ലെറ്റർ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ച്. അപ്പോൾ പിന്നെ ഞാൻ ഉടനെ UPSനെ ബന്ധപ്പെട്ടു, വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ച്, അതേപോലെ മെയിൽ അയച്ചു കൊടുത്തു. നമ്മുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും, പാൻ കാർഡിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും, ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ അയച്ചു കൊടുത്തു. അങ്ങനെ ഫൈനലി കയ്യിലെത്തിരിക്കുകയാണ് ഗൈസ്. വല്ലാത്തൊരു പ്രൗഡ് മൊമെൻ്റാണ് ഗൈസ്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ഇത് കിട്ടിയവർക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഫീൽ എത്രത്തോളാണെന്ന്. ഞാൻ 2017 മുതൽ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു, എന്നാലും വല്ലപ്പോഴും വീഡിയോസ്, ഡാൻസിൻ്റെ കവർ ഡാൻസ് അങ്ങനെയൊക്കെ ആയിട്ട് തുടങ്ങി വെച്ചതാണ്. 2022 ആയപ്പോഴാണ് ഞാൻ സീരിയസ് ആക്കിയത്. അതുവരെ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ വല്ലപ്പോഴും വീഡിയോസ് ഇട്ട് നിൽക്കുള്ളൂ. പിന്നെ ഞാനത് സീരിയസ് ആക്കി എടുത്തു. ഇപ്പോൾ 100K സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന്. ഇപ്പോഴാണ് ഗൈസ് ഞാനൊരു യൂട്യൂബർ ആയത്, വെരിഫൈഡ് യൂട്യൂബർ ആയത് ഇപ്പോഴാണ് ഞാൻ. ഇതില്ലെങ്കിൽ പിന്നെ എന്താ പറയാ, എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയില്ല ഗൈസ്. എന്തെങ്കിലും ഫോട്ടോഗ്രാം വിളിച്ച് പറയുന്നത് ക്ഷമിക്കണം. ഈ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാവുകയാണ്. എന്തായാലും ഭയങ്കര സന്തോഷം ഗൈസ്. ഞങ്ങൾ രാവിലെ പോയി വാങ്ങിച്ചാണ്, ഞാനും അഞ്ചും കൂടി, ഞങ്ങൾ 3 പേരും കൂടി. അപ്പോൾ നിങ്ങൾ ആദ്യം പോയിട്ട് നമുക്കിത് അൺബോക്സ് ചെയ്യണം. അതിന് മുന്നേ നിങ്ങൾ ആദ്യം പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും. ഞങ്ങൾ ഓൾറെഡി അവിടെ പോയപ്പോൾ തുറന്നിട്ടില്ല, 10 മണിയാവുന്ന പറഞ്ഞു. അപ്പോൾ നേരെ 9:30 ആയിട്ടുള്ളൂ. അപ്പോൾ ചായ അടിക്കാൻ വേണ്ടി വന്നാണ്. ഇപ്പോഴും അനുവിന് വിശ്വാസമായിട്ടില്ല. ഇത് വന്നിടുന്ന് പറഞ്ഞപ്പോ ഓളിപ്പോഴും എന്താ പറയാ വിശ്വസിച്ചിട്ടില്ല. ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കിട്ടൂലെന്ന് വിചാരിച്ച സാധനം ഇപ്പൊ കയ്യിലേക്ക് കിട്ടാൻ പോകുന്നു. അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. പക്ഷെ അതിന് ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച വേറെ എന്തെങ്കിലും നിങ്ങൾ ഓർഡർ ചെയ്തെന്നാണൊക്കെ ചോദിക്കേണ്ടത്. പോയൊക്കെ ഇനിയും ഇനി എന്താ അറിയില്ല, എന്നോട് പ്ലേ ബട്ടൺ ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പോയി നോക്കാം. ലജോ സ്വപ്നം വിശ്വാസായ എന്താ പറയാനുള്ളത്? സന്തോഷം. മെയിനായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇത് നിങ്ങൾ തന്ന അവാർഡാണ്. നിങ്ങളാണ് ഇതിനെ അത്രയും സപ്പോർട്ട് ചെയ്ത് ഈ ഒരു അവാർഡ് എനിക്ക് നേടിത്തന്നത്. അപ്പം അതിനുള്ള കടപ്പാട് എന്നും നിങ്ങളോടുണ്ടാവും. ഇവിടെ തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന പരമാവധി മാക്സിമം ഞാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കണ്ടന്റും ഞാൻ ചെയ്യുന്നതായിരിക്കും. അനു വരട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് 3 പേർക്കും കൂടി അൺബോക്സ് ചെയ്യണം. അതുപോലെ ചെക്കന്മാരൊന്നും അറിഞ്ഞിട്ടില്ല, സംഭവം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ട്രാക്കിംഗ് ഒക്കെ ഓൺ ആയതും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓൺ ദ വേ ആണെന്നൊക്കെ ഒരു അറിഞ്ഞിരുന്നു, പക്ഷേ ഒരു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഓർക്കും കാണിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഇനി അനു വന്നിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാം അല്ലേ? കണ്ടില്ല, ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തിന്, പക്ഷെ തുറന്നിട്ടില്ല. എനിക്ക് എന്താ പറയുക, അനു ഞങ്ങൾ 3 പേർക്കും കൂടി തുറക്കാന്നുള്ളൊരു മൈൻഡിലാണ്. പക്ഷെ ജസ്റ്റ് കട്ട് ചെയ്തു എക്സൈറ്റ്മെന്റിൽ. പക്ഷെ പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. എന്തായാലും ഞങ്ങൾ കട്ട് ചെയ്യും, അല്ല അൺബോക്സ് ചെയ്യും. അപ്പം എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് അനു ഷോപ്പിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ സാധനം അൺബോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണേ. ചെയ്യല്ലേ? എല്ലാവരും വെയിറ്റ് ചെയ്യണമെന്ന് അറിയാം. എന്താ പറയാ, ഞങ്ങളും അതുപോലെ വെയിറ്റ് ചെയ്യാണ്. എന്താവും എങ്ങനെയാവുന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും നമുക്ക് തുറന്നു നോക്കാം. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടുണ്ട്, പക്ഷെ ഓപ്പൺ ആയത് നോക്കിയിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്ക് തുറക്കാം അല്ലേ? എങ്ങനെയുണ്ട്, കാണാൻ പുതിയില്ലേ? അതിനെന്തൊന്നും പറയാത്ത എന്താണ് ഉഷാറില്ലേട്ടാ. നമുക്ക് നേരെ ഇരിക്കേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കാണിക്കാം. ഇവര് പൊട്ടിക്കട്ടെ, ഇവർ 2 പേരും കൂടി പൊട്ടിക്കാം, ഞാൻ കാണിക്കാം. ഓക്കെ, ഇതിലെന്തൊക്കെ എഴുതി? കൺഗ്രാജുലേഷൻസ് യുവർ സബ്സ്ക്രൈബർ മൈൽസ്റ്റൺ. എന്തൊക്കെ എഴുതിയിട്ടുണ്ട് ഗൈസ്. ഒരു കാർഡാണ്, പിന്നെ ഉള്ളത് സർട്ടിഫിക്കറ്റ്. അത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അയ്യോ യൂട്യൂബ് CEO സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ആട്ടോ. അതാ അജു എടുക്കാൻ പോകുന്നു. എല്ലാം മെല്ലെ സാവധാനം. സജി തരംഗ്. പേരെവിടെ അജ? നമുക്കൊന്നും കൂടി കിട്ടും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആവുമ്പോൾ കിട്ടും ഗോൾഡൻ. അപ്പൊ അതും കിട്ടും. എങ്ങനെയുണ്ട്? ഇത് മണം അന്ന് കിട്ടാതെ മതി. എന്താ പറയാ, ഒരു വിശ്വാസം. യൂട്യൂബ് തുടങ്ങിയെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു അവാർഡൊക്കെ കിട്ടുമെന്ന്. അങ്ങനെ പ്രതീക്ഷ തുടങ്ങിയതുമല്ല, പിന്നെ സീരിയസ് ആക്കി എടുത്തതിന്റെ ശേഷം നമ്മൾ അത്രയും ആഗ്രഹിച്ച ഒന്നായിരുന്നു. ഏകദേശം 2022 അതിന്റെ ശേഷമാണ് ഞാൻ യൂട്യൂബ് സീരിയസ് ആയിട്ട് എടുത്തു തുടങ്ങിയത്. അതിന്റെ ശേഷം നമ്മൾ ആഗ്രഹിച്ച ഒന്നായിരുന്നു 100K സബ്സ്ക്രൈബേഴ്സും ഇതുപോലെയുള്ള പ്ലേ ബട്ടണും. അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം 1 മില്യൺ ആണ്. ഗോൾഡൻ പ്ലേ ബട്ടൺ, അതിനു വേണ്ടിയുള്ള പ്രയത്നമാണ് ഇനി മുതൽ. അപ്പൊ നമുക്ക് ഇത് സെലിബ്രേറ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ പേര് സജി തരൻ. അജുവിന്റെ പേര് നമുക്ക് താഴത്ത് വേണമെന്ന് എഴുതി എത്തിക്കട്ടെ. ഞങ്ങൾക്ക് വേറെ യൂട്യൂബ് നമുക്ക് തുടങ്ങാം, അപ്പൊ നമുക്ക് കിട്ടും. എങ്ങനെയുണ്ട്? പിന്നെ എന്താ പറയാനുള്ളേ? കണ്ടപ്പോ എന്ത് തോന്നി? ഞാൻ വിചാരിച്ചു വേറെ എന്തെങ്കിലും സാധനമാണ്. ഇതാണ് യൂട്യൂബ്. ഇതിന്റെ പേര് എനിക്ക് എന്താ അറിയാം, യൂട്യൂബ് പ്ലേ ബട്ടൺ. അപ്പൊ ഇത് ഇനി അമ്മനോട് ചോദിക്കാം, അമ്മക്ക് എന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളോ? എന്താ പറയാ, സന്തോഷം. കൊറേ കഷ്ടപ്പാടിന് ശേഷം അല്ലേ? കൊറേ കഷ്ടപ്പാട്.
ഇനി നമുക്ക് അനിയന്റെയും അബിന്റെ അടുത്തൊക്കെ ഒന്ന് പോയേക്കാം. പിന്നെ ഷിബിലി ഉണ്ട്. ഷിബിലി പിന്നെ ഓൾറെഡി ഞാൻ ഷിബിലിനോട് പറഞ്ഞിരുന്നു. മോന് ജസ്റ്റ് ഞങ്ങൾ വരുമ്പോ ഇത് വാങ്ങിയിട്ട് വരും മോനെ ജസ്റ്റ് കണ്ടിരുന്നു. പക്ഷെ ഓൻ സാധനം കണ്ടിട്ടില്ല. അപ്പൊ എന്തായാലും ഓനെയും കാണിക്കണം, അതുപോലെ അനിനെയും അഭിനെയും ഒന്ന് കാണിക്കണം. അവരുടെ റിയാക്ഷനും കൂടി നമുക്ക് എടുക്കാം. ഓക്കെ, ഷിബിലി കണ്ടിട്ടില്ല. അവിടെ ഇരിക്കേ, ഷിബിലി അവിടെ ഇരിക്കേ. ഇതെന്താ ഒന്നുമില്ലേ? ഓ തുറക്കട്ടെ, ഇത് കാണിച്ചു കൊടുക്കണ്ടേ? ഇത് ഒരു പ്രാവശ്യം തുറന്നല്ലേ? കൊടുക്കേ. എന്താ പറയാനുള്ളത്? കണ്ടപ്പോ എന്ത് തോന്നി? സന്തോഷം തോന്നി. അജുന് എനിക്കെന്ത് തോന്നി? ഒരു പ്രൗഡ് മൊമെന്റ് ഇല്ലേ? അതാ കൈമാറുകയാണ്. നിങ്ങൾക്ക് ഡിസ്റ്റർബിങ് ആണ്. എടുക്കുവോ? വെള്ളത്തിലിട്ട് അല്ല ഇത് ഇനി ഇതല്ല കിട്ടിയത്, ഇനി ഇതും കിട്ടും, ഇനിയും കിട്ടും. അങ്ങനെ വെളിച്ചം ഈ ചങ്ങായി 10 ദിവസത്തിനുള്ളില് ഇത് ശരിയാക്കില്ല എന്നുണ്ടെങ്കിൽ ഡിസ്പോസൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത് ഒഴിവാക്കും, അല്ലാന്നുണ്ടെങ്കിൽ റിട്ടേൺ പോകും പറഞ്ഞിട്ട് എനിക്ക് ഇത് വന്നിരുന്നു നോട്ടീസൊക്കെ. വീട്ടിൽ പോസ്റ്റില്. പിന്നെ ഞാൻ മെയിൽ അയച്ച് ഇതൊക്കെ ചെയ്ത് ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ മെയിൽ അയച്ചപ്പോ അതിന്റെ മുന്നേ ഞാൻ അവൾക്ക് വിളിച്ചിട്ട് കാര്യം സംസാരിച്ച് പിന്നെ ഡോക്യുമെന്റ് കാര്യങ്ങൾ അയച്ചു. ക്വസ്റ്റ്യൻസ് അല്ല, ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ശരിക്കും വായിച്ചിട്ടൊന്നുമില്ല. ഞാനും ആദ്യമായിട്ടാണ്. ഷിബിലിക്ക് എന്താ പറയാനുള്ളത്? ഷിബിലിയ ഇതൊന്നും പറഞ്ഞില്ലട്ടാ. സന്തോഷം. സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താ കൂടെ സന്തോഷം ഇല്ലേ? സ്റ്റാർട്ടിങ്ങിലൊക്കെ കൊറേ കട്ടൊക്കെ കൂടുന്ന ആളാണ് ഷിബിലി. ഇപ്പോഴും ഇല്ലായിരുന്നില്ല, ഇപ്പൊ കുറച്ച് ബിസി ആയി. കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം കുറച്ചൊരു ഏകദേശം ഒരു ഇത് കിട്ടി. രാവിലെ കിട്ടി. അപ്പൊ എന്തായാലും വൈകുന്നേരം നിങ്ങളെ വിളിച്ചാലും കാണിച്ചു തരാന്ന് വിചാരിച്ചാണ്. അപ്പൊ വിളിച്ചപ്പോ മോനെ പനി. അപ്പൊ പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല, ഞങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ലേ? അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകും. അതല്ല, ഇരുട്ടായി പോയാ ഞങ്ങള് വെളിച്ചത്തുനിന്ന് നല്ല അടിപൊളിയായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. തുറന്നോക്കെ ഇങ്ങോട്ട് നോക്കാന്റെ റിയാക്ഷൻ. ഞങ്ങളുടെ കഴിഞ്ഞാണ്. ഹെൽമെറ്റ് ഒരുക്കാണ്ട് പോരെ. എന്നിട്ട് വാ ശിലിന വാ. സിൽവർ പ്ലേ ബട്ടൺ. പറയാ കിട്ടോമാറെ കിട്ടോന്ന്. അതെ, എന്ത് വന്നു കിട്ടോമാനെ? എന്തെങ്കിലും 2 വാക്ക് സംസാരിക്കും. അതെ, ഇത് നല്ലൊരു ഇതാണ്. ഇതിനു വേണ്ടി കൊറേ ഇത് ഇട്ടിട്ട് കിട്ടി. ഓരൊക്കെ പറഞ്ഞു കൊയങ്ങിയിരിക്കാണ്.
എന്തൊക്കെയുണ്ട്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ ഗൈസ് പരിപാടികളൊക്കെ കഴിഞ്ഞു. നേരെ അനിന്റെ വീട്ടിൽ പോയി. പിന്നതാ വരുമ്പോ കുട്ടമോനെ കണ്ടു. അങ്ങനെ ഷിബിലിനെ ആക്കി നേരെ വീട്ടിൽ വന്നിരിക്കുകയാണ്. രാജ്യക്കാണോ ക്ഷീണിച്ച് എങ്ങനെയായിരുന്നു വെടിക്കെട്ട് അവിടെ? അപ്പൊ എന്തായാലും ഞങ്ങള് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ തീരാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. പിന്നെ നിങ്ങൾ കമൻറ്റ് ഇടുക, അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരെ ബൈ ബൈ ബൈ.